സ്വാഭാവികമായ സമരമോ അല്ലെങ്കിൽ സ്വാഭാവികമായ സംഘർഷമോ എന്ന് തോന്നിയില്ല എന്നുള്ളതാണ് ഇന്ന് ഏതാണ്ട് 4 മണിക്കൂർ നേരം ടെലിവിഷൻ കണ്ട പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ എനിക്ക് തോന്നിയത്. ഞാൻ ഏതാണ്ട് 1 മണിവരെ ന്യൂസ് റൂമിലുണ്ടായിരുന്നു. ന്യൂസ് റൂമിൽ നിന്ന് കണ്ട ദൃശ്യങ്ങൾ അനുസരിച്ച് ഒരു സമരത്തിൻ്റെ തുടക്കമായിരുന്നു. പക്ഷേ പിന്നീട് കണ്ട 3 മണിക്കൂറെല്ലാം തന്നെയും പോലീസിനെ നിരന്തരമായി പിന്തുടർന്ന് ഒരു സംഘർഷമുണ്ടാക്കാനുള്ള ബോധപൂർവമായ ശ്രമം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തി എന്നുള്ളതാണ്. ഏതായാലും തിരിച്ചടിച്ചു എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാക്കേണ്ടത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ റാങ്ക് ആൻഡ് ഫയലിൽ അത്തരത്തിലൊരു സന്ദേശം നൽകുക എന്ന് പറയുന്നത് ഇന്ന് വി.ഡി. സതീശനെ സംബന്ധിച്ചിടത്തോളവും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംബന്ധിച്ചിടത്തോളവും വളരെ പ്രധാനമായിരുന്നു. അതിനാവശ്യമായ രീതിയിലുള്ള കരുനീക്കങ്ങളാണ് 4 മണിക്കൂർ നടന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 2 പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ കോൺഗ്രസിനെ ഇപ്പോൾ അങ്കലാപ്പിലാക്കിയിട്ടുണ്ട്. ഒന്ന്, കെ സുധാകരൻ്റെ സംഘപരിവാർ അനുകൂല പ്രസ്താവന. അതിന്മേൽ കോൺഗ്രസിൻ്റെ സംഘടനയിൽ ഉണ്ടാകാൻ പോകുന്ന ഉൾപ്പിരിവുകൾ, UDFിൽ ഉണ്ടാക്കാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്നിവയൊക്കെ തന്നെയും ഇനി നമ്മൾ വരാനിരിക്കുന്ന മണിക്കൂറുകളിലും ദിവസങ്ങളിലുമൊക്കെ കാണാനിരിക്കുന്നതേ ഉള്ളൂ. രണ്ടാമത്തേത്, നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ്സുകാരും KSUക്കാരും അടി വാങ്ങുന്നതിൽ സംബന്ധിച്ച് സംസ്ഥാന നേതൃത്വം വാക്കുകൾ കൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ ഒരു വാചോടാപത്തിൽ മാത്രമാണ് ഏർപ്പെടുന്നത് എന്നും അവർ ഏതെങ്കിലും തരത്തിൽ പ്രവർത്തിക്കുന്നില്ല എന്നുള്ള ആക്ഷേപം കെ മുരളീധരൻ അടക്കമുള്ളവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അക്കാര്യത്തിൽ കെ സുധാകരൻ്റെ കാര്യം നമുക്കിപ്പോൾ തൽക്കാലം മാറ്റിവെക്കാം. രണ്ടാമത്തെ കാര്യത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആക്ട് ചെയ്യേണ്ട സാഹചര്യമുണ്ടായിരുന്നു. ഇന്നിപ്പോൾ വി.ഡി. സതീശൻ പറഞ്ഞതാൽ അടിച്ചാൽ തിരിച്ചടിക്കും എന്ന് മാത്രമല്ല, പകരം നേരത്തെ എരിപുരം മുതൽ കൊല്ലം വരെ കിട്ടിയിട്ടുള്ള അടികൾക്ക് പോലീസ് നടപടി ഉണ്ടായിട്ടില്ല എങ്കിൽ അവരുടെയൊക്കെ പേരും മേൽവിലാസവും ഞങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്, അവരെയൊക്കെ വീട്ടിൽ കയറി അടിക്കും എന്നാണ് വി.ഡി. സതീശൻ വ്യക്തമാക്കിയിട്ടുള്ളത്. നമുക്ക് ഒരു പ്രതിപക്ഷ നേതാവ്, ക്യാബിനറ്റ് റാങ്കുള്ള ഒരാളുടെ പദവിയിൽ ഇരുന്നു കൊണ്ടാണ് വി.ഡി. സതീശൻ അങ്ങനെ പറയുന്നത്. അത് നടക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് തൽക്കാലം മാറ്റിവെക്കാം. കാരണം നടക്കാൻ വേണ്ടി ആയിരിക്കില്ല അതൊക്കെ പറഞ്ഞിട്ടുണ്ടാവുക. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസും KSUവും അടിവാങ്ങുമ്പോൾ വി.ഡി. സതീശനും കെ സുധാകരനും അടങ്ങുന്ന നേതൃത്വം എന്ത് ചെയ്തു എന്നുള്ള ചോദ്യം ഒഴിവാക്കുന്നതിന് വേണ്ടി ആയിരിക്കാം ഒരുപക്ഷേ വീട്ടിൽ കയറി അടിക്കുമെന്നും അവരുടെയൊക്കെ മേൽവിലാസവും പേരും ഞങ്ങൾക്കറിയാം എന്നൊക്കെ വി.ഡി. സതീശൻ പറഞ്ഞിട്ടുണ്ടാവുക. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ വി.ഡി. സതീശനെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലൊരു സാഹചര്യം സൃഷ്ടിക്കണമായിരുന്നു. അതിൻ്റെ ഒരു നാടക രൂപമാണ് യഥാർത്ഥത്തിൽ ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ കണ്ടത് എന്നാണ് എനിക്ക് ആദ്യഘട്ടത്തിൽ പറയാനുള്ളത്. സ്വാഭാവികമായും അത് യൂത്ത് കോൺഗ്രസിനും KSUവിനും ഒരു ഉണർവുണ്ടാക്കുകയാണ് എങ്കിൽ അത് നേരത്തെ നമ്മൾ ചൂണ്ടിക്കാണിച്ചതുപോലെ, ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ ഈ UDF LDF എന്ന ദ്വന്ദ്വം അത് നിലനിർത്താൻ സഹായിക്കുമെന്നും അങ്ങനെ ഒരു സാഹചര്യത്തെ യഥാർത്ഥത്തിൽ സ്വാഗതം ചെയ്യുകയും വേണം. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി UDF രംഗത്തില്ല. ഗവർണർ SFI തമ്മിലുള്ള പോരാട്ടത്തിൽ അല്ലെങ്കിൽ നവകേരള സദസ്സ് കഴിഞ്ഞ 40 ദിവസമായി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ UDFിൻ്റെ രാഷ്ട്രീയം എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായി കോൺഗ്രസിന് ഇന്ന് ഒരു പൊളിറ്റിക്കൽ സ്പേസ് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ, ഞാൻ അക്കാര്യത്തിൽ എനിക്ക് അക്കാര്യത്തിൽ പൂർണ്ണ ബോധ്യമില്ല എങ്കിൽ പോലും ഒരു പൊളിറ്റിക്കൽ സ്പേസ് UDFിന് ഇന്ന് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് നല്ലത് എന്ന് മാത്രമാണ് എനിക്ക് അക്കാര്യത്തിൽ പറയാനുള്ളത്. ഇനി കെ സുധാകരൻ്റെ കാര്യത്തിനകത്ത് അതിൻ്റെ ആ വിഷയം കൂടുതൽ അഗ്രവേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ശ്രീ കെ സുധാകരൻ പറഞ്ഞ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ കോൺഗ്രസ്സുകാർക്ക് പോലും ഇന്നലെ സ്മൃതിയൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു. അതായത് കെ സുധാകരൻ പറഞ്ഞു ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ അദ്ദേഹം ഫേസ്ബുക്കിലൂടെ അത് തിരുത്തി എന്ന്. പക്ഷേ UDFിൻ്റെ കൺവീനറായിട്ടുള്ള MMSന് അത് ബോധ്യമായിട്ടില്ല. കോൺഗ്രസ് പ്രസിഡന്റ് പറഞ്ഞതല്ല കോൺഗ്രസിൻ്റെ നയം എന്ന് അദ്ദേഹം ഇന്ന് വ്യക്തമാക്കുകയുണ്ടായി. അതേപോലെ തന്നെ ഇന്നിപ്പോൾ സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ കെ സുധാകരൻ അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുണ്ടാക്കിയിട്ടുള്ള പ്രത്യാഘാതം എന്താണെന്നറിയാൻ ഇനിയും മണിക്കൂറുകളും ദിവസങ്ങളും കാത്തിരിക്കേണ്ടി വരും എന്നാണ് ഞാൻ കരുതുന്നത്. മാത്രമല്ല മുസ്ലിം ലീഗ് അടക്കമുള്ള പാർട്ടികൾ, UDFിലെ മറ്റു പാർട്ടികൾ എന്ത് നിലപാടാണ് എടുക്കുക എന്നുള്ളത്, അതിനേക്കാൾ കൂടുതലായി ഞാൻ ഇന്ന് വി.ഡി. സതീശൻ പറഞ്ഞ കാര്യത്തിലാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത്. കാരണം വി.ഡി. സതീശൻ പറയുന്നത് ഗവർണർ ഞങ്ങളിൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നു ലിസ്റ്റിന് വേണ്ടി എന്നാണ്.
ഞങ്ങൾ ഗവർണർക്ക് ലിസ്റ്റ് കൊടുക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ സംഘപരിവാറുകാർ വന്നാൽ എന്താ, അവരും ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമല്ലേ എന്ന് കെ സുധാകരൻ ചോദിക്കുന്നു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഞങ്ങളോട് ലിസ്റ്റ് ചോദിച്ചിരുന്നു, പക്ഷെ ഞങ്ങൾ ലിസ്റ്റ് കൊടുത്തിട്ടില്ല എന്ന് വി ഡി സതീശൻ പറയുന്നു. KPC പ്രസിഡന്റ് പറഞ്ഞതല്ല കോൺഗ്രസിൻ്റെ നയം എന്ന് MMSN പറയുന്നു. ഇക്കാര്യത്തിലൊക്കെ തന്നെയും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശയക്കുഴപ്പം നേരിടുന്നുണ്ട്. ആ ആശയക്കുഴപ്പത്തിൽ നിന്ന് തൽക്കാലം രക്ഷപ്പെടാൻ ഒരുപക്ഷെ ഇന്നത്തെ സംഘർഷം കൊണ്ട് കഴിയുമോ എന്നുള്ളൊരു പരിശോധനയായിരിക്കാം കോൺഗ്രസ് നടത്തുന്നുണ്ട്. മൂന്നാമത്തേത്, നവകേരള സദസ്സ് ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് തിരുവനന്തപുരം ജില്ലയിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഒരു വിജയഭേരി നവകേരള സദസ്സ് ഉയർത്തുകയാണ് എങ്കിൽ അതിനുള്ള മറുപടി അതല്ല സംഭവിച്ചിട്ടുള്ളത്. ഇത് വലിയ സംഘർഷഭരിതമായിരുന്നു, കലാപകലുഷിതമായ ഒരു അന്തരീക്ഷത്തിലൂടെയാണ് യഥാർത്ഥത്തിൽ നവകേരള സദസ്സ് യാത്ര ചെയ്തത് എന്ന് വാദിക്കാനുള്ള ഒരു സ്പേസ് കൂടി ഇന്നത്തെ സംഘർഷം അല്ലെങ്കിൽ ത്തിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ അതും UDF സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ഗുണകരമായേക്കാം എന്നാണ് എനിക്ക് പ്രാഥമികമായി പറയാം. ശരി. Meet the editors.